ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ട്സിൽ പ്രോബ്ലം നമ്പർ 4 ഡിസ്കസ് ചെയ്തു. ഓക്കെ, പ്രോബ്ലത്തിലേക്ക് കടക്കാണ്. എ ലിമിറ്റഡ് കമ്പനി വാസ് രജിസ്റ്റേർഡ് വിത്ത് ആൻ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഓഫ് ₹30 lakh ഇൻ ഇക്വിറ്റി ഷെയർസ് ₹10 each. Following is the list of balances extracted from its books as on 31st March 2012. 2012 31st മാർച്ചിലെ ട്രയൽ ബാലൻസ് എന്നുള്ള ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. 30 ലക്ഷം രൂപ ഓതറൈസ്ഡ് ക്യാപിറ്റലാണ്. അപ്പോൾ നമ്മൾ ഇക്വിറ്റിയുടെ വർക്കിനോട് തയ്യാറാക്കുമ്പോൾ അവിടെ കാണിക്കേണ്ട ഐറ്റമാണ് എത്രയാണ്, 3 lakh ഇക്വിറ്റി ഷെയർസ് ₹10 each. 30 lakh എമൗണ്ട് കോളത്തിൽ എഴുതും, അതിൻ്റെ ഇടയിൽ വരയ്ക്കും. ഓക്കെ, നമുക്ക് ബാലൻസ് ഷീറ്റിലേക്കുള്ള എമൗണ്ട് എന്ന് പറയുന്നത് പെയ്ഡ് അപ്പ് ക്യാപിറ്റലാണെന്ന് അറിയാം. അത് നമ്മൾ അതിൻ്റെ താഴെ ട്രയൽ ബാലൻസിൽ നിന്ന് എടുത്തെഴുതും. ഓക്കെ, നമുക്ക് ഐറ്റം ഓരോന്നോരോന്ന് ഡിസ്കസ് ചെയ്യാം. പർച്ചേസസ് എക്സ്പെൻസ് ആണ്. പർച്ചേസ് എക്സ്പെൻസിൽ രണ്ടാമത്തെ എക്സ്പെൻസ് നമ്മൾ E2 എന്ന് പറയും. ഓക്കെ, വേജസ് നമ്മൾ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസിൽ എഴുതുന്നതാണ്. അത് E4, അതായത് നാലാമത്തെ എക്സ്പെൻസിൽ നാലാമത്തെ ആയിട്ടാണ്. മാനുഫാക്ചർ എക്സ്പെൻസ് അതർ എക്സ്പെൻസിൽ എഴുതാം, E7 എഴുതാം. സാലറീസ് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസിൽ തന്നെ നമുക്ക് എഴുതാം. ബാഡ് ഡെപ്റ്റ്സ് അതർ എക്സ്പെൻസിൽ എഴുതാം. ഡയറക്റ്റ് സർവീസ് അതർ എക്സ്പെൻസിൽ എഴുതാം. ഡിബഞ്ചർ ഇൻട്രസ്റ്റ് 45,000 ഇത് നമ്മൾ ഫിനാൻസ് കോസ്റ്റിൽ എഴുതുന്നതാണ്. ഫിനാൻസ് കോസ്റ്റിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇതിനൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അത് നമ്മൾ ഡിബഞ്ചേഴ്സ് എന്നുള്ള എമൗണ്ട് വായിക്കുമ്പോൾ നമുക്ക് പറയാം. ഓക്കെ, ദെൻ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് 45,000 നമ്മൾ പറഞ്ഞു. ഫിനാൻസ് കോസ്റ്റ്, പ്രിലിമിനറി എക്സ്പെൻസസ് ഇത് നമ്മൾ എന്താ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റൈറ്റ് ഓഫ് ചെയ്യുന്ന പോർഷൻ അതർ എക്സ്പെൻസിൽ എഴുതാം. റൈറ്റ് ഓഫ് ചെയ്യാത്ത പോർഷൻ അതർ നോൺ കറണ്ട് അസറ്റിൽ എഴുതാം. അങ്ങനെയാണ് നമുക്ക് അതിൻ്റെ റെക്കോർഡ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ പിന്നെ റിസർവ്സ് ആൻഡ് സർപ്ലസിൽ നിന്ന് കുറച്ച് കാണിക്കാം. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ എഴുതുമ്പോൾ ഒന്നുകിൽ റിസർവ്സ് ആൻഡ് സർപ്ലസിൽ നിന്ന് കുറച്ച് കാണിക്കുക, അതായത് സർപ്ലസിൽ നിന്ന് കുറച്ച് കാണിക്കുക. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എഴുതാവുന്നത് നോൺ കറണ്ട് അസറ്റ്സിൽ, അതർ നോൺ കറണ്ട് അസറ്റ്സിൽ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ റൈറ്റ് ഓഫ് ചെയ്യുന്ന പോർഷൻ ഉണ്ടെങ്കിൽ അത് കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ടാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, കോൾസിൻ്റെ ഏരിയ നമ്മൾ ഷെയർ ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കേണ്ടതായിട്ടാണ്. ഷെയർ ക്യാപിറ്റലിൽ നിന്ന് ഇക്വിറ്റി എഴുതുമ്പോൾ അതിൽ നിന്ന് കുറയ്ക്കേണ്ടതായിട്ടാണ്. പ്ലാന്റ് ആൻഡ് മെഷീനറി, പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൽ എഴുതേണ്ടതാണ്. അതായത് നോൺ കറണ്ട് അസറ്റ്സിൽ ആദ്യമായിട്ടാണ്. പ്രീമിയസസ് അതുപോലെ തന്നെ അവിടെ തന്നെ എഴുതും. ഇൻ്റർനും ഡിവിഡൻറ്റ് സർപ്ലസ് എഴുതുമ്പോൾ സർപ്ലസിൽ നിന്ന് കുറച്ച് കാണിക്കണം. ഓക്കെ, ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ് അതും പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൽ എഴുതണം. നോൺ കറണ്ട് അസറ്റ്സിൽ ഫസ്റ്റ് ഐറ്റം PPE പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൽ എഴുതേണ്ടതാണ്. ഓക്കെ, അടുത്തത് സൺട്രി ഡെറ്റേഴ്സ് ആണ്. അത് ട്രേഡ് റിസീവബിൾ എഴുതേണ്ടതാണ്. ട്രേഡ് റിസീവബിൾ. ദെൻ വലത് ദിവസത്തുള്ള അതിൽ നമുക്ക് ജനറൽ എക്സ്പെൻസ് അതർ എക്സ്പെൻസിൽ വരും. E7 ഏഴാമത്തെ എക്സ്പെൻസ് ആയിട്ട് എഴുതാം. സ്റ്റോക്ക് ഇത് ഓപ്പണിംഗ് സ്റ്റോക്കാണ്, അത് ചേഞ്ചസ് ഇൻ ഇൻട്രിയിൽ എഴുതാം. മൂന്നാമത്തെ ഐറ്റം E3 അതായത് ഈ എക്സ്പെൻസിൽ മൂന്നാമത്തെ ഐറ്റം. ഗുഡ് വില്ല് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, നോൺ കറണ്ട് അസറ്റ്സിൽ ഇൻടാഞ്ചിബിൾ അസറ്റ്സിന് നമ്മൾ എഴുതുമ്പോൾ ഗുഡ് വിൽ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് അതർ ദാൻ ഗുഡ് വില്ല് എഴുതുമ്പോൾ അതർ ദാൻ ഗുഡ് വില്ല് പേറ്റൻസ് എഴുതാം. അപ്പോൾ ഗുഡ് വില്ല് ഇൻടാഞ്ചിബിൾ അസറ്റ്സിന് എഴുതാം, അതിന് താഴെ പേറ്റൻസ് എഴുതാം. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് വരും. ക്യാഷ് ഇൻ ബാങ്കും അതുപോലെ തന്നെ വരും. സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ഇതാണ് നമ്മൾ ഇക്വിറ്റിയിൽ എഴുതണം എന്ന് പറഞ്ഞാൽ 20 lakh. സർപ്ലസ് അക്കൗണ്ട്, അപ്പോൾ അത് റിസർവ് സർപ്ലസിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എഴുതേണ്ടതാണ്. 6% ഡിബഞ്ചേഴ്സ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞത്. ഈ 15 ലക്ഷം രൂപ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്ത് ഫണ്ട് കണ്ടെത്തിയിരിക്കുന്നു. ഈ 15 ലക്ഷത്തിൻ്റെ 6% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വരും? 6 30 ഒരു 6 60 90,000 രൂപ വരും. ഒരു വർഷം കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് 90,000 ആണ്. നേരത്തെ നമ്മൾ ചോദ്യത്തിൽ നമ്മൾ കണ്ടിരുന്നു ഈ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് 45,000 ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ഈ 45,000 എന്നുള്ളത് കൊടുത്ത എമൗണ്ടാണ്. അപ്പോൾ ഒരു വർഷം കൊടുക്കേണ്ട എമൗണ്ട് 15 ലക്ഷത്തിൻ്റെ 6%. 15 ലക്ഷത്തിൻ്റെ 6% എന്ന് പറഞ്ഞാൽ 90,000 വരും. ഈ 90,000 കൊടുക്കേണ്ടടുത്ത് 45,000 കൊടുത്തിട്ടുള്ളൂ. അതാണിത്. ഈ എമൗണ്ട് 45,000 കൊടുത്തിട്ടുള്ളൂ ഇത്. അപ്പോൾ 45,000 കൊടുക്കുക എന്ന് പറയുമ്പോൾ പകുതിയേ കൊടുത്തുള്ളൂ, ഇനിയൊരു പകുതി കൂടി കൊടുക്കാനുണ്ട്. അത് ഔട്ട്സ്റ്റാൻഡിങ്. അതൊരു ഹിഡൻ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ചിലപ്പോൾ അഡ്ജസ്റ്റിൽ പറഞ്ഞില്ലെങ്കിലും നമ്മളത് കൺസിഡർ ചെയ്യേണ്ടതാണ്. ഡിബഞ്ചറിൻ്റെ റേറ്റ് അനുസരിച്ചുള്ള ഇൻട്രസ്റ്റ് ഒരു വർഷത്തേക്ക് ഡ്യൂ ആകുന്നു. അതിലെത്ര കൊടുത്തു ബാക്കിയുള്ളത് കൊടുക്കാറുള്ളത് നമ്മൾ എഴുതേണ്ടി വരും. ഓക്കെ, അപ്പോൾ 45,000 ബാക്കിയുള്ള 45,000 ഔട്ട്സ്റ്റാൻഡിങ് അത് നമ്മൾ ലയബിലിറ്റി ആയിട്ട് കാണിക്കാൻ വേണം. ഓക്കെ, ദെൻ ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ ഇത് രണ്ടും ട്രേഡ് പേയബിൾ വരുന്നതാണ്. സെയിൽസ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ R1 ഇതാണ്. ജനറൽ റിസർവ് സർപ്ലസിലാണ്. സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് സർപ്ലസിലാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ബാലൻസ് ഷീറ്റിലേക്കുള്ള ട്രയൽ ബാലൻസിലെ ഡീറ്റെയിൽസ്. ഓക്കെ, ബാലൻസ് ഷീറ്റിൽ ഫൈനൽ അക്കൗണ്ട്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലേക്കുള്ള ട്രയൽ ബാലൻസ് ആണ് അതിൻ്റെ ഐറ്റംസ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫോർ ദി ഇയർ 31st March 2012 ആൻഡ് ദ ബാലൻസ് ഷീറ്റ് ആസ് അറ്റ് ദാറ്റ് ഡേറ്റ് ആഫ്റ്റർ മേക്കിംഗ് ദി ഫോളോയിങ് അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ്സും കൂടി ഉണ്ട്. ഡിപ്രീസിയേറ്റ് പ്ലാന്റ് ആൻഡ് മെഷീനറി ബൈ 10% ആൻഡ് പ്രീമിസസ് ബൈ 2%. അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെയും പ്രീമിസസിൻ്റെയും 10% 2% കണ്ട് നമ്മളിവിടെ എഴുതാം. E6 എഴുതാം. ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ്, അതായത് എക്സ്പെൻസിൽ 6ാമത്തെ ഐറ്റമായിട്ടാണ് നമ്മൾ എഴുതേണ്ടത്.
പിന്നെ അടുത്ത് ആൾസോ റൈറ്റ് ഓഫ്, അതിന് മുമ്പായിട്ട് പ്രൊവൈഡ് ഹാഫ് ഇയേഴ്സ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. അതായത് പകുതി 90,000 ഒരു വർഷത്തെ, അതിൽ പകുതി ഔട്ട്സ്റ്റാൻഡിങ് ആണ്, അതിന് പ്രൊവിഷൻ എഴുതാൻ അത് നമ്മൾ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഒപ്പം നമ്മൾ ലൈബിലിറ്റി ആയിട്ട് എഴുതണം. ആൾസോ റൈറ്റ് ഓഫ് 2,500 ഫ്രം പ്രിലിമിനറി എക്സ്പെൻസസ്. പ്രിലിമിനറി എക്സ്പെൻസിൽ 2,500 റൈറ്റ് ഓഫ് ചെയ്യാൻ. അപ്പോൾ റൈറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞാൽ 2,500 രൂപ എവിടെ എഴുതണം, നമ്മൾ എക്സ്പെൻസസിൽ, അതർ എക്സ്പെൻസിൽ നമ്മൾ റെക്കോർഡ് ചെയ്യണം. ബാക്കിയുള്ളത് നേരത്തെ പറഞ്ഞ പോലെ അതർ നോൺ കറണ്ട് അസറ്റ്സിൽ റെക്കോർഡ് ചെയ്യണം. ഓക്കെ. ആൻഡ് മേക്ക് എ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഔട്ട്വേർഡ്സ് 4,200. ഇത് ന്യൂ പ്രൊവിഷനാണ്. ഇത് നമ്മൾ ഡെറ്റേഴ്സിന് വരുന്ന ന്യൂ പ്രൊവിഷൻ നമ്മൾ അതർ എക്സ്പെൻസിൽ ബാഡ് ഡെപ്റ്റ് എഴുതുമ്പോൾ അതിൽ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന്. ഓക്കെ. സ്റ്റോക്ക് ഓൺ 31 മാർച്ച് 2012 വാസ് ₹4,50,000. ക്ലോസിംഗ് സ്റ്റോക്കാണ്. ഇത് ചേഞ്ചിന് മൂന്നാമത്തെ എക്സ്പെൻസ് എഴുതുമ്പോൾ അതിൽ കുറയ്ക്കേണ്ടതാണ്. ഓപ്പണിംഗ് സ്റ്റോക്കിൽ നിന്ന് ഇത് കുറയ്ക്കണം. എന്നിട്ട് ബാക്കിയുള്ള അമൗണ്ട് മൈനസാണ് ബ്രാക്കറ്റിലിടാം. ഓക്കെ. എന്നിട്ടത് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കറണ്ട് അസറ്റ്സിൽ ഇൻവെൻട്രിയിൽ റെക്കോർഡ് ചെയ്യണം. ഇഗ്നോർ CDT കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് ഒഴിവാക്കാൻ. ഇവിടെ ഒരു ഇന്ത്യൻ ഡിവിഡൻഡ് 1,87,500 തന്നിരുന്നു. അപ്പോൾ അതിന് CDT കൊടുക്കണം, കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് കൊടുക്കണം. അത് ഒഴിവാക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ഇതാണ് നമ്മുടെ ഈ ചോദ്യം. ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ വർക്ക് നോട്ട് നമ്മൾ തയ്യാറാക്കണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് തയ്യാറാക്കണം, അതുപോലെ തന്നെ നമ്മുടെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കണം. ഓക്കെ. താങ്ക് യു.